CE361 അഡ്വാൻസ്ഡ് കോൺക്രീറ്റ് ടെക്നോളജി എന്ന പേപ്പറിലെ മൊഡ്യൂൾ 1ൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് ടൈപ്സ് ഓഫ് സിമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, ലിസ്റ്റ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമെൻറ്റ്. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഡിസംബർ 2019 ചോദിച്ചതാണ്. അടുത്തത്, എക്സ്പ്ലെയിൻ കെമിക്കൽ കോമ്പോസിഷൻ, പ്രോപ്പർട്ടീസ് ആൻഡ് യൂസസ് ഓഫ് ഹൈ അലൂമിന സിമെൻറ്റ്, ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റ് ആൻഡ് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് സിമെൻറ്റ്. ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ആണ്. അത് 9 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, മെയ് 2019. ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമെൻറ്റ്. ടൈപ്സ് ഓഫ് സിമെൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് അല്ലെങ്കിൽ OPC. ഇനി സെക്കൻഡ് ഏതാണെന്ന് നോക്കാം. പോർട്ട്ലാൻഡ് പോർസലോണ സിമെൻറ്റ് അല്ലെങ്കിൽ PPC. ഇനി തേർഡ് വൺ, റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് അല്ലെങ്കിൽ RHC. Now fourth one, quick setting cement. അടുത്തത് സൾഫേറ്റ് റെസിസ്റ്റൻറ്റ് സിമെൻറ്റ് അല്ലെങ്കിൽ SRC. അടുത്തത് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് സിമെൻറ്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഹൈ അലൂമിന സിമെൻറ്റ്. ഇങ്ങനെ 7 എണ്ണമാണ് ടൈപ്സ് ഓഫ് സിമെൻറ്റിൽ വരുന്നത്. അത് ലിസ്റ്റ് ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ കെമിക്കൽ കോമ്പോസിഷൻ, പ്രോപ്പർട്ടീസ് ആൻഡ് യൂസസ് ഓഫ് ഹൈ അലൂമിന സിമെൻറ്റ്, ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റ് ആൻഡ് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് സിമെൻറ്റ്. അപ്പോൾ ആദ്യം ഹൈ അലൂമിന സിമെൻറ്റിൻ്റെത് നോക്കാം. ഹൈ അലൂമിന സിമെൻറ്റ്, ഇറ്റ് ഹാസ് വെരി ഹൈ റേറ്റ് ഓഫ് സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹൈ റേറ്റ് ഓഫ് സ്ട്രെങ്ത് ഡെവലപ്മെൻ്റ് ആണ്. ഇനി അടുത്ത് 80% ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് ഈസ് അച്ചീവ്ഡ് ഇൻ വൺ ഡേ ഓൺലി. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ 80% ടോട്ടൽ സ്ട്രെങ്ത് ഇത് അറ്റൈൻ ചെയ്യും. ഇനി ഇതിന് വേണ്ട റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ലൈമും ബോക്സൈറ്റും ആണ്. Because of large proportion of bauxite, this cement is called high alumina cement. ഇതിന് ഹൈ അലൂമിന സിമെൻറ്റ് എന്ന പേര് വരാനുള്ള കാരണം ഇതിൽ ബോക്സൈറ്റിൻ്റെ കണ്ടൻറ്റ് ഒത്തിരി കൂടുതലായതുകൊണ്ടാണ്. അടുത്തത്, റേറ്റ് ഓഫ് ഹീറ്റ് ജനറേഷൻ ഈസ് ഓൾസോ പ്രൊപ്പോർഷനേറ്റ്ലി ഹൈ, ദാറ്റ് ഈസ് 2.5 to 3 times ഓഫ് റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ്. ഈ ഹൈ അലൂമിന സിമെൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് റേറ്റ് ഓഫ് ഹീറ്റ് ജനറേഷനും വളരെ ഹൈ ആണ്. ഒരുപാട് ഹീറ്റ് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ഏകദേശം റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റിനേക്കാളും 2.5 to 3 times എക്സ്ട്രാ ഹീറ്റ് ഹൈ അലൂമിന സിമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി അടുത്ത പ്രോപ്പർട്ടി, ഫോം വർക്ക് ഷുഡ് ബി സ്ട്രിപ്ഡ് ഓഫ് ആസ് ഏർലി ആസ് പോസിബിൾ ടു പ്രിവെൻറ്റ് ബിൽറ്റ് അപ്പ് ഓഫ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫോം വർക്ക് ഇതിൽ എത്രയും വേഗം റിമൂവ് ചെയ്യേണ്ടതാണ്. ഇനി ലാസ്റ്റ് വൺ, ദിസ് സിമെൻറ്റ് ഈസ് റെസിസ്റ്റൻറ്റ് ടു സൾഫേറ്റ് അറ്റാക്ക് ഡ്യൂ ടു ഇനർട്ട് ക്വാളിറ്റി ഓഫ് അലൂമിന ജെൽ ആൻഡ് ആബ്സെൻസ് ഓഫ് CaOH2s. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രോപ്പർട്ടി നമ്മൾ പറയുന്നത് ഇത് സൾഫേറ്റ് റെസിസ്റ്റൻ്റ് ആണ്. കാരണം എന്ന് പറയുന്നത് ഇതിൽ വരുന്ന മെയിൻ കോമ്പോണൻറ്റ് അലൂമിന ജെല്ലാണ്. അത് ഇനേർട്ട് ആയതുകൊണ്ട് തന്നെ ഇത് സൾഫേറ്റ് റെസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ വരുന്നത് സൾഫേറ്റ് റെസിസ്റ്റൻസ് പറയാം, അതുപോലെ 80% ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് വൺ ഡേയിൽ അറ്റൈൻ ചെയ്യുമെന്ന് പറയാം, പിന്നെ വെരി ഹൈ റേറ്റ് ഓഫ് സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ് പറയാം, പിന്നെ ഹീറ്റ് ജനറേഷൻ്റെ പ്രോപ്പർട്ടിയും ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ്. പിന്നെ കെമിക്കൽ കോമ്പോസിഷൻ വരുമ്പോൾ നമുക്ക് ഇതിൽ ബോക്സൈറ്റ് ആണ് ഉള്ളതെന്നും പറയാം. ഇനി രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസും കെമിക്കൽ കോമ്പോസിഷനും യൂസസും ആണ്. അത് നോക്കാം. ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റ്.
ദ സിമൻറ്റ് സെറ്റിംഗ് ടൈം ഈസ് വെരി ഹൈ. ഈ ക്വിക്ക് സെറ്റിംഗ് സിമൻറ്റിൻ്റെ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെറ്റിംഗ് ടൈം വളരെ ഹൈ ആയിരിക്കും. അതുപോലെ അത് എത്രയാണ് അതിൻ്റെ വാല്യൂ നോക്കാം. ഇനിഷ്യലി സെറ്റ് ചെയ്യുന്നത് 5 മിനിറ്റ്സിലും ഫൈനൽ സെറ്റിംഗ് ടൈം 30 മിനിറ്റ്സിലുമാണ് ക്വിക്ക് സെറ്റിംഗ് സിമൻറ്റ് അച്ചീവ് ചെയ്യുന്നത്. ഒരു ഓർഡിനറി പോർട്ട്ലാൻഡ് സിമൻറ്റ് ആണെങ്കിൽ ഇനിഷ്യലി സെറ്റിംഗ് ടൈം 30 മിനിറ്റ്സും ഫൈനൽ സെറ്റിംഗ് ടൈം ഏകദേശം 10 അവേഴ്സുമാണ് വരുന്നത്. പക്ഷേ ക്വിക്ക് സെറ്റിംഗ് സിമൻറ്റിൽ ഇനിഷ്യൽ 5 മിനിറ്റ്സും ഫൈനൽ 30 മിനിറ്റ്സുമാണ് വരിക. ക്വിക്ക് സെറ്റിംഗ് സിമൻറ്റ് quick setting cement setting time very high, so this uses in some special conditions of constructions like running water. അപ്പോൾ സെറ്റിംഗ് ടൈം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുന്നത് റണ്ണിങ് വാട്ടർ കൺസ്ട്രക്ഷൻസിലൊക്കെയാണ് ഇതിൻ്റെ മെയിൻ യൂസ് വരുന്നത്. ദ സിമൻറ്റ് ക്ലിങ്കേഴ്സ് ആർ ഗ്രൈൻഡഡ് വിത്ത് അലൂമിനിയം സൾഫേറ്റ് വിച്ച് ആക്സിലറേറ്റ്സ് ദ സെറ്റിംഗ് ടൈം ഓഫ് സിമൻറ്റ്. ഈ ക്വിക്ക് സെറ്റിംഗ് സിമൻറ്റിന് ആ പ്രോപ്പർട്ടി കിട്ടാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതിലുള്ള സിമൻറ്റ് ക്ലിങ്കേഴ്സിനെ നമ്മൾ അലൂമിനിയം സൾഫേറ്റുമായിട്ട് ഗ്രൈൻഡ് ചെയ്യും. അതുകൊണ്ടാണ് സെറ്റിംഗ് ടൈം കൂടുന്നത്. ഇനി അലുമിനിയം സൾഫേറ്റ് ഈസ് യൂസ്ഡ് ആസ് ആക്സിലറേറ്റിംഗ് അഡ്മിക്സ്ചർ ഇൻ ഡോസേജ് റേഞ്ച് 1% to 3% ബൈ വെയ്റ്റ് ഓഫ് സിമൻറ്റ് ക്ലിങ്കേഴ്സ്. അപ്പോൾ സിമൻറ്റ് ക്ലിങ്കറിൽ അലുമിനിയം സൾഫേറ്റ് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അലുമിനിയം സൾഫേറ്റ് എന്ന് പറയുന്നത് ഒരു ആക്സിലറേറ്റിംഗ് അഡ്മിക്സ്ചറായിട്ടാണ് ഇവിടെ ഫങ്ഷൻ ചെയ്യുന്നത്. അതിൻ്റെ ഡോസേജ് 1% to 3% ആണ്. സിമൻറ്റ് ക്ലിങ്കേഴ്സിൻ്റെ വെയ്റ്റിൻ്റെ 1% to 3% ആണ് ആഡ് ചെയ്യേണ്ടത്. ഇനി ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷനിലാണ്. ഇനി പാർട്ട് ഓഫ് ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ ലൈക്ക് പയർ, ഫൗണ്ടേഷൻ എക്സെട്ര. അപ്പോൾ ബ്രിഡ്ജിൻ്റെ പാർട്സിലും അതുപോലെ പൈൽസ് അതുപോലെ ആൾ ദോസ് കൺസ്ട്രക്ഷൻസ് യൂസ് ക്വിക്ക് സെറ്റിംഗ് സിമൻറ്റ്. അപ്പോൾ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബ്രിഡ്ജിൻ്റെ പാർട്സിലും ബ്രിഡ്ജിൻ്റെ ഫൗണ്ടേഷൻ അങ്ങനത്തെ പാർട്സിലുമൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ദ ക്വിക്ക് സെറ്റിംഗ് സിമൻറ്റ് ഈസ് യൂസ്ഡ് ആസ് ഇൻ റെയിൻ ആൻഡ് കോൾഡ് വെതർ കണ്ടീഷൻസ്. റെയിൻ ഉള്ള കണ്ടീഷനിലും കോൾഡ് വെതറായിട്ടുള്ള കണ്ടീഷനിലും ക്വിക്ക് സെറ്റിംഗ് സിമൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. In rainy and cold weather condition and time complete construction work as soon as possible, so work completed before rain. അപ്പോൾ റെയിൻ ആയിട്ടുള്ള കണ്ടീഷനും കോൾഡ് വെതർ ആയിട്ടുള്ള കണ്ടീഷനിലൊക്കെ നമുക്ക് വർക്ക് വേഗം കംപ്ലീറ്റ് ചെയ്യണം, സിമൻറ്റ് വേഗം സെറ്റ് ആവണം. അതുകൊണ്ടാണ് നമ്മളവിടെ ക്വിക്ക് സെറ്റിംഗ് സിമൻറ്റ് യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ടു എ ഹയർ ടെമ്പറേച്ചർ വെയർ വാട്ടർ ഇവാപ്പറേറ്റ്സ് ഇൻ ഏരിയാസ് ലൈക്ക് ഹോട്ട് ക്ലൈമറ്റ് ഏരിയാസ്. ഇത് ഹോട്ട് ക്ലൈമറ്റ് ഏരിയാസിലും യൂസ് ചെയ്യാറുണ്ട്. അവിടെ യൂസ് ചെയ്യേണ്ട കാരണം എന്ന് പറയുന്നത് വാട്ടർ വേഗം ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നുള്ളതാണ് അതിൻ്റെ റീസൺ. ഇനി ദിസ് കോൺക്രീറ്റ് ഓൾസോ യൂസ് ഗണറ്റിംഗ് കോൺക്രീറ്റ് വർക്ക് ഫോർ സോളിഡ് കോൺക്രീറ്റ്. ഈ ഗണറ്റിംഗ് കോൺക്രീറ്റ് വർക്കിനും ഈ കോൺക്രീറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് കെമിക്കൽ കോമ്പോസിഷനായി യൂസസുമായി. ഇനി അടുത്തത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് സിമൻറ്റിൻ്റെ പ്രോപ്പർട്ടീസും യൂസസും ആണ്. അപ്പോൾ ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് സിമൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗ്രൗണ്ട് ഗ്രാനുലേറ്റഡ് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ്, GGBFS. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഗ്രൗണ്ട് ഗ്രാനുലേറ്റഡ് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈ ബ്ലെൻഡിങ് OPC ക്ലിങ്കേഴ്സ് വിത്ത് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ്. ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗും OPC ക്ലിങ്കറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ സിമൻറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രപ്പോർഷൻ 25 to 65% ആണ്. ഇനി ഇതിൽ ആഡ് ചെയ്യുന്ന മറ്റൊരു കോമ്പൗണ്ടാണ് ജിപ്സം. ജിപ്സം ആഡ് ചെയ്യുന്നത് റിട്ടാർഡറായിട്ട് ജിപ്സം ആക്ട് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് സ്മോൾ ക്വാണ്ടിറ്റിയിൽ ഈ സിമൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ജിപ്സം കൂടി ആഡ് ചെയ്യുന്നത്. ഇനി ഈ സിമൻറ്റിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് എയർലി സ്ട്രെങ്ത് ഈസ് ലെസ് ആസ് കമ്പയർഡ് ടു OPC. OPC ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഏർലി സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ് ലെസ് ആണ്. ദെയർഫോർ ഫോം വർക്ക് റിമൂവൽ ഷുഡ് ബി അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ്ലി. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോം വർക്ക് റിമൂവൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്
ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്ലാഗ് സിമെൻറ്റ് ആർ സിമിലർ ടു ഒ പി സി. ഒ പി സിയുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസുമായിട്ട് സിമിലർ ആണ്. ഏതൊക്കെ പോയിൻറ്റ്സിലാണ്? ഫൈൻനെസ്, സെറ്റിംഗ് ടൈം, സൗണ്ട്നെസ്, സ്ട്രെങ്ത് എന്നീ പ്രോപ്പർട്ടീസ് എല്ലാം ഒ പി സിയുടെ പ്രോപ്പർട്ടീസ് തന്നെയാണ് ഇതിനും ഉള്ളത്. But the initial reaction with water is slower due to which the heat of hydration is low. പക്ഷേ അതിൽ നിന്ന് വ്യത്യാസം വരുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇനിഷ്യൽ റിയാക്ഷൻ വിത്ത് വാട്ടർ എന്ന് പറയുന്നത് സ്ലോവർ ആയിരിക്കും. അടുത്ത് ഇറ്റ് ഈസ് എ ബെറ്റർ റെസിസ്റ്റൻറ്റ് ടു സൾഫേറ്റ്, ആൽക്കലി ആൻഡ് ആസിഡ് ആൾസോ. അപ്പോൾ ഇതിന് ആസിഡ് റെസിസ്റ്റൻറ്റ് പ്രോപ്പർട്ടി, സൾഫേറ്റ് റെസിസ്റ്റൻറ്റ് പ്രോപ്പർട്ടി, ആൽക്കലി റെസിസ്റ്റൻറ്റ് പ്രോപ്പർട്ടീസും ഈ സിമെൻറ്റിന് ഉണ്ട്. ഇനി ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സ്യൂവേജ് ഡിസ്പോസൽ വർക്ക്, വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ്, വെയർ ലോ ഹീറ്റ് സിമെൻറ്റ് ഈസ് റിക്വയർഡ്, വെയർ ഹൈ ക്ലോറൈഡ് ആൻഡ് സൾഫേറ്റ് അറ്റാക്ക് ഈസ് ദെയർ. അപ്പോൾ ഇത്രയും പോർഷൻസിലാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഗ്യാപ്പ് ഗ്രേഡഡ് അഗ്രിഗേറ്റ്സ്? State advantage of using gap graded aggregates in concrete construction. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. മെയ് 2019 ചോദിച്ചതാണ്. അപ്പോൾ ഗ്യാപ്പ് ഗ്രേഡഡ് അഗ്രിഗേറ്റ് എന്താണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുമാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഗ്യാപ്പ് ഗ്രേഡിംഗ് എന്താണെന്ന് നോക്കാം. ദ അസംഷൻ ഇൻ വെൽ ഗ്രേഡിംഗ് ഈസ് ദാറ്റ് voids created by higher size of aggregate will be filled up by immediate next lower size of aggregate. അപ്പോൾ നമ്മൾ കൺവെൻഷണൽ മെത്തേഡ് അല്ലെങ്കിൽ വെൽ ഗ്രേഡിംഗ് മെത്തേഡിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് അഗ്രിഗേറ്റിനെ ഫില്ല് ചെയ്യുമ്പോൾ അതിൽ ഹയർ സൈസ് ഓഫ് അഗ്രിഗേറ്റ്സ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ അതിൽ കുറച്ച് വോയിഡ്സ് ഉണ്ടാവും. അത് ഫില്ല് ചെയ്യുമ്പോൾ ആ വോയിഡ്സ് അതിൻ്റെ നെക്സ്റ്റ് ലോവർ സൈസുള്ള അഗ്രിഗേറ്റ് ഫില്ല് ചെയ്യുമ്പോഴേക്കും ഫില്ലപ്പ് ആവും എന്നാണ് വെൽ ഗ്രേഡിങ്ങിൽ പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു 40 mm സൈസുള്ള അഗ്രിഗേറ്റ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ അതിൽ വോയിഡ്സ് ഉണ്ടാവും. ആ വോയിഡ് ഫില്ല് ചെയ്യാൻ അതിൻ്റെ നെക്സ്റ്റ് ലോവർ സൈസ് അതായത് 20 mm വരുന്ന അഗ്രിഗേറ്റ് ഇട്ടാൽ ആ വോയിഡ് ഫില്ലാവും എന്നാണ് വെൽ ഗ്രേഡിംഗ് കോൺസെപ്റ്റ് പറയുന്നത്. പക്ഷേ ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ല. കാരണം ഈ വോയിഡ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ 40 mm കുറച്ച് അഗ്രിഗേറ്റ്സ് ഇട്ടാൽ അതിലുണ്ടാകുന്ന വോയിഡ്സ് എന്ന് പറയുന്നത് 20 mm ഫില്ല് ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയ വോയിഡ്സ് അല്ല, കുറച്ച് വോയിഡ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള സൈസിലുള്ള അഗ്രിഗേറ്റ് ഇട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്ക് വലിയ വോയിഡ്സ് പ്രാക്ടിക്കലി ഉണ്ടാകത്തില്ല ഫില്ല് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഗ്യാപ്പ് ഗ്രേഡിംഗ് നോക്കുന്നത്. അപ്പോൾ ഗ്യാപ്പ് ഗ്രേഡിംഗ് പറയുന്നത് സൈസ് ഓഫ് വോയിഡ്സ് ക്രിയേറ്റഡ് ബൈ എ പർട്ടിക്കുലർ സൈസ് ഓഫ് അഗ്രിഗേറ്റ്സ് ക്യാൻ അക്കോമഡേറ്റ് ദ സെക്കൻഡ് ഓർ തേർഡ് ലോവർ സൈസ് ഓൺലി. അതായത് ഇപ്പോൾ വെൽ ഗ്രേഡിങ്ങിൽ പറഞ്ഞത് ഇപ്പോൾ 40 mm അഗ്രിഗേറ്റ് ഫില്ല് ചെയ്താൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള അതായത് 20 mm ഇട്ട് കഴിഞ്ഞാൽ ആ 40 mm ഉണ്ടാക്കിയ വോയിഡ്സ് ഫില്ലാവും എന്നാണ് പറയുന്നത്. പക്ഷേ ഗ്യാപ്പ് ഗ്രേഡിംഗ് പറയുന്നത് അതിൻ്റെ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ലോവർ സൈസ് ഇട്ടാൽ മാത്രമേ അത് ഫില്ലാവൂ എന്നാണ് പറയുന്നത്. തൊട്ട് താഴെയുള്ള സൈസ് ഇട്ടാൽ ഫില്ലാവത്തില്ല ആ വോയിഡ്സ്. പകരം സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ലോവർ സൈസ് അഗ്രിഗേറ്റ്സ് നമ്മൾ അതിൽ പുട്ട് ചെയ്താൽ മാത്രമേ ആ വോയിഡ്സ് ഫില്ലാവൂ എന്നാണ് ഗ്യാപ്പ് ഗ്രേഡിംഗ് പറയുന്നത്. അതായത് ഒരു 40 mm സൈസിലുള്ള അഗ്രിഗേറ്റ് നമ്മൾ ഇടുമ്പോൾ അതിൽ നമുക്ക് 20 mm വെച്ച് ഫിൽ ചെയ്യാൻ പറ്റത്തില്ല. പകരം 10 അല്ലെങ്കിൽ 4.75 മാത്രമേ ആ വോയിഡ്സിനെ ഫില്ലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് ഇടാൻ പറ്റൂ എന്നാണ് ഗ്യാപ്പ് ഗ്രേഡിംഗ് പറയുന്നത്. ഇതാണ് കോൺസെപ്റ്റ് ഓഫ് ഗ്യാപ്പ് ഗ്രേഡിംഗ്. ഇനി ഗ്യാപ്പ് ഗ്രേഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. റിക്വയർമെൻറ്റ് ഓഫ് സാൻഡ് ഈസ് റെഡ്യൂസ്ഡ് ബൈ 26 to 40%. സാൻഡിൻ്റെ റിക്വയർമെൻറ്റ് 26-ന് 40%ലേക്ക് റെഡ്യൂസ് ആവുന്നുണ്ട്. സ്പെസിഫിക് ഏരിയ ഓഫ് ടോട്ടൽ അഗ്രിഗേറ്റ്സ് വിൽ ബി റെഡ്യൂസ്ഡ് ഡ്യൂ ടു ലെസ് യൂസ് ഓഫ് സാൻഡ്. അപ്പോൾ സാൻഡിൻ്റെ യൂസ് കുറയും നമ്മൾ മുന്നത്തെ പോയിന്റിൽ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സാൻഡിൻ്റെ യൂസ് കുറയുന്നത് കൊണ്ട് തന്നെ സ്പെസിഫിക് ഏരിയ ഓഫ് ടോട്ടൽ അഗ്രിഗേറ്റ്സും റെഡ്യൂസ് ആവും. ഇനി അടുത്തത് പോയിൻ്റ് കോണ്ടാക്റ്റ് ബിറ്റ്വീൻ
various size of fractions is maintained, thus reducing the drying shrinkage. അടുത്ത അഡ്വാൻറ്റേജ്, ഇറ്റ് റിക്വയർസ് ലെസ് സിമൻറ്റ് ആസ് ദ നെറ്റ് വോളിയം ഓഫ് ഓയിഡ്സ് ഈസ് റെഡ്യൂസ്ഡ് ടു എ ഗ്രേറ്റർ എക്സ്റ്റെൻറ്റ്. അപ്പോൾ വോളിയം ഓഫ് ഓയിഡ്സ് ഒത്തിരി കുറയുന്നതുകൊണ്ട് തന്നെ സിമൻറ്റ് നമുക്ക് കുറച്ച് യൂസ് ചെയ്താൽ മതിയാവും. ഇത് 4 ഗ്യാപ്പ് ഗ്രേഡഡ് അഗ്രിഗേറ്റ്സിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.